നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണം CPIM നേതൃത്വമെന്ന് തുറന്നടിച്ച് ഡിവൈഎഫ്ഐ. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെയാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനം. പിണറായിയുടെ പല പരാമർശങ്ങളും തിരഞ്ഞെടുപ്പിൽ ദോഷം ചെയ്തു. ബന്ധുക്കളെ സ്ഥാനാർത്ഥികളാക്കുന്ന പ്രവണത ഒഴിവാക്കണം. UDF യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയപ്പോൾ LDFിൽ അതുണ്ടായില്ല. ഡിവൈഎഫ്ഐയെ CPIM B ടീമാക്കിയെന്നും ജില്ലാ സമ്മേളനത്തിൽ നേതാക്കൾ ആഞ്ഞടിച്ചു. സച്ചിൻ വള്ളിക്കാട് പാലക്കാട് നിന്നും ചേരുന്നു നമുക്കൊപ്പം. സച്ചിൻ, ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനങ്ങൾ തുടരുകയാണ്. പാലക്കാട് കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ സമ്മേളനത്തിൽ നേതൃത്വത്തിനെതിരെ അതിരൂക്ഷ വിമർശനമാണെന്ന് മനസ്സിലാകുന്നു. വിവരങ്ങൾ എങ്ങനെ? സേതു, തീർച്ചയായും. കാരണം CPMന്റെ അണികൾ, അതായത് താഴെത്തട്ടിലുള്ള കമ്മിറ്റികളിലെല്ലാം തന്നെ CPM നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ യുവാക്കൾക്കിടയിലും വിമർശനം ഉയരുന്നു എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ സമ്മേളനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. പ്രധാനമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള രൂക്ഷ വിമർശനമാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള MV ഗോവിന്ദനുമെതിരെ സമ്മേളനങ്ങളിൽ ഉയരുന്നത്. പ്രധാനമായും പിണറായി വിജയന്റെ പല പരാമർശങ്ങളും തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചു എന്ന് തന്നെയാണ് സമ്മേളനത്തിൽ പ്രതിനിധികൾ ഉയർത്തിയിരിക്കുന്നത്. കൂടാതെ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്. കാരണം ബന്ധുക്കളെ സ്ഥാനാർത്ഥിയാക്കിയത് വലിയ രീതിയിൽ സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായി. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഇടതുപക്ഷത്തെ ബാധിച്ചു എന്നാണ് രൂക്ഷ വിമർശനം ഉയർന്നത്. നേതാക്കൾ ബന്ധുക്കളെ സ്ഥാനാർത്ഥിയാക്കുന്നത് യാതൊരു കാരണവശാലും പരിഗണിക്കാൻ പാടില്ല. അത്തരത്തിൽ ബന്ധുക്കളെ സ്ഥാനാർത്ഥിയാക്കുന്നത് ഒരു കാരണവശാലും പരിഗണിക്കരുത്. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും തിരിച്ചടിയാവുന്നുണ്ട് എന്ന കാര്യം ഡിവൈഎഫ്ഐ സമ്മേളനത്തിൽ വിമർശനമുയർന്നു. കൂടാതെ തന്നെ CPMന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിക്കെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട്. പാലക്കാട് ജില്ലാ സെക്രട്ടറി CPMനെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന വിമർശനമാണ് ഈ അംഗങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ പാലക്കാട് സ്വതന്ത്രമായി ഡിവൈഎഫ്ഐയെ പ്രവർത്തിക്കാൻ വേണ്ടി CPM സമ്മതിക്കുന്നില്ല എന്ന വിമർശനം രൂക്ഷമായി ഉയർന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകരടക്കമുള്ളവരാണ് പ്രതിരോധിക്കാൻ വേണ്ടി CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അവരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയാണ് CPM ജില്ലാ സെക്രട്ടറി ചെയ്തത്. അത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന കാര്യമാണ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. കൂടാതെ തന്നെ CPM ജില്ലാ സെക്രട്ടറിയുടെ ശൈലികളും വലിയ രീതിയിൽ ഡിവൈഎഫ്ഐക്ക് ജില്ലയിൽ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. CPMന്റെ ജില്ലാ നേതൃത്വത്തിനെതിരെയും രൂക്ഷമായ വിമർശനം ഉയർന്നിട്ടുണ്ട്. കാരണം പാലക്കാട് ജില്ലയിൽ ഡിവൈഎഫ്ഐയുടെ അംഗങ്ങളുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട്. അതിന് പ്രധാനമായ കാരണമായി പറയുന്നത് ഡിവൈഎഫ്ഐ നേതൃത്വത്തിൻ്റെ പ്രവർത്തന ശൈലിയാണ്. അതിനാൽ തന്നെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൻ്റെ പ്രവർത്തന ശൈലി മാറണം എന്ന ആവശ്യമാണ് അംഗങ്ങൾ ഉന്നയിച്ചത്. കൂടാതെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജിന് മട്ടന്നൂരിൽ വലിയ രീതിയിലുള്ള ആദ്യഘട്ടത്തിൽ തിരിച്ചടി ഉണ്ടായിരുന്നു. പിന്നോക്കം പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീടാണ് VK സനോജിൻ്റെ ഭൂരിപക്ഷം ഉയർന്നു വരുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. അത് എന്തായാലും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതൃത്വവും പാർട്ടിയും പരിശോധിക്കണം എന്ന കാര്യവും അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന് പിന്നാലെ തന്നെ ഡിവൈഎഫ്ഐയിലും നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനമുയർന്നു. നേതൃത്വം മാറണമെന്ന ആവശ്യമടക്കമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സമ്മേളനത്തിലും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സേതു, അതാണ് സച്ചിൻ ഏറ്റവും പ്രധാനം. കാരണം തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPMൽ നടന്ന യോഗങ്ങളിലൊക്കെയും താഴെത്തട്ട് മുതൽ അംഗങ്ങൾ വിമർശിച്ചു തുടങ്ങിയതാണ് നേതൃത്വത്തിൻ്റെ നിലപാടുകൾക്കെതിരെ, കഴിഞ്ഞ സർക്കാരിൻ്റെ ഓരോ കാര്യങ്ങൾക്കെതിരെ സ്വീകരിച്ച നിലപാടുകൾക്കെതിരെ, പ്രത്യേകിച്ചും പാർട്ടി സെക്രട്ടറിയുടെയും പിണറായി വിജയനുമെതിരെയും. തോൽവിയിൽ ഇവർക്ക് രണ്ടുപേർക്കും പൂർണ്ണ ഉത്തരവാദിത്തം ഉണ്ടെന്ന് നേതാക്കൾ തുറന്നടിക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. സമാനമായ രീതിയിൽ ഡിവൈഎഫ്ഐയിൽ നിന്നും ഈ വിമർശനങ്ങൾ ഉയരുന്നു. അതും UDFുമായിട്ടൊക്കെ കമ്പയർ ചെയ്തുകൊണ്ട് യുവാക്കൾക്ക് എന്തുകൊണ്ട് പ്രാതിനിധ്യം നൽകിയില്ല എന്ന ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുമ്പോൾ ഇതിൽ സ്വാഭാവികമായിട്ടും CPIM ഇനി വിശദീകരണം നൽകേണ്ടി വരില്ലേ? നേതാക്കളുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണങ്ങൾ വരേണ്ടതല്ലേ?
തീർച്ചയായും സേതു അത് തന്നെയാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ UDF-ലെ പ്രധാന കക്ഷികളായ മുസ്ലിം ലീഗും അതേപോലെ തന്നെ കോൺഗ്രസും വലിയ രീതിയിലുള്ള പ്രാതിനിധ്യമാണ് യൂത്ത് കോൺഗ്രസിനും അതേപോലെ തന്നെ യൂത്ത് ലീഗിനെല്ലാം നൽകിയിട്ടുള്ളത് എന്ന കാര്യമൊക്കെയാണ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം തന്നെ ഇടതുപക്ഷത്ത് പ്രധാനമായും DYFഐയും SFIയെയും അവഗണിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടികയാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെച്ചത്. അതൊക്കെ തന്നെയാണ് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ജനകീയരായിട്ടുള്ള പല ആളുകളെയും ഒതുക്കുന്ന ഒരു സ്ഥിതി CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന കാര്യമൊക്കെ അംഗങ്ങൾ വിമർശനമായി ഉന്നയിച്ചിട്ടുണ്ട്. പ്രധാനമായും മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന് നേരെ തന്നെയാണ് ഈ കുന്തമുന DYFഐയുടെ കുന്തമുനകൾ ഉയരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും കടക്കുപുറത്ത് വീട്ടിൽ പോയി ചോദിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വലിയ ഒരു ചർച്ചയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വന്ന് അത് തന്നെയാണ് ഇത്തവണ ഇടതുപക്ഷത്തെ വീട്ടിലിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം ജനങ്ങൾ കാഴ്ചവെച്ചത് എന്ന് തന്നെയാണ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. കൂടാതെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ പല നിലപാടുകളും വാക്കുകളും ഒന്നും ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥി ആക്കുക മാത്രമാണ് ലക്ഷ്യമിട്ടത്. അത്തരത്തിലുള്ള കുടുംബ ആധിപത്യം CPM-ൽ യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ പാടില്ല എന്ന കാര്യം അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൂടാതെ DYFഐ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷക്കാലം DYFഐ പൊതുച്ചോർ വിതരണത്തിൽ മാത്രമായി ഒതുങ്ങി എന്ന കാര്യമാണ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. മറ്റ് സമര പരിപാടികളൊന്നും നടത്താൻ വേണ്ടി DYFഐക്ക് സാധിച്ചിട്ടില്ല. നേതൃത്വം പല സമരങ്ങളും നടത്തി എന്ന് പരാമർശം നടത്തുമ്പോൾ പോലും കൃത്യമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമരങ്ങളോ അല്ലെ പ്രതിഷേധ പരിപാടികളോ DYFഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന കാര്യം തന്നെയാണ് അംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്തായാലും CPM-ന്റെ അണികൾക്ക് പിന്നാലെ തന്നെ DYFഐയിൽ നിന്നും CPM നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നു. അത് പാർട്ടി പരിശോധിക്കുമോ, പാർട്ടി നേതാക്കൾ അതെല്ലാം പരിഗണിക്കുമോ, തെറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് നിശ്ചയമായിട്ടും ഇത് പരിശോധിക്കുകയും പരിഗണിക്കുകയും വേണ്ട വിഷയം തന്നെയാണല്ലോ സച്ചിൻ. അപ്പം വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് DYFഐ നമ്മൾ നിരത്തിലൊന്നും കണ്ടിരുന്നില്ല, ഒന്നിലും പ്രതിഷേധവുമായിട്ടൊന്നും വന്നതൊന്നും കണ്ടില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് സർക്കാരിൻ്റെ മദ്യ നയത്തിനെതിരെ പ്രതിഷേധവുമായിട്ട് സംസ്ഥാനത്തുടനീളം DYFഐയുടെ മാർച്ച് നടക്കുകയും ഒക്കെ ചെയ്തത്.